കാണുമെല്ലാം കാണും എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ക്രിസ്മസിൻ്റെ ദിവസമായിട്ട് രാവിലെ തന്നെ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കൊണ്ടുവന്നിട്ടില്ല സാധനം, അതിനിപ്പുറം ഞാൻ അതൊന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സവോള ഇഞ്ചിയൊക്കെ ഞാൻ ചിരണ്ടി വെക്കുന്നുണ്ട്. അതെന്നാ ചോദിക്കുന്നത്? ഞാൻ വരണോ? അപ്പോൾ ഈ വീഡിയോ ക്രിസ്മസിൻ്റെ അന്ന് തന്നെ ഇടണമെന്ന് ഓർത്താട്ടോ, പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ 2 കുക്കറിലും വേവിക്കാനുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ 2 കുക്കറിലും സെറ്റാക്കുവാണ്. ഇവിടെ കപ്പ പൊളിക്കുന്നുണ്ട് കേട്ടോ, അമ്മയും കുഞ്ഞും കൂടെ. അപ്പോൾ അരിയാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വെളുത്തുള്ളി വേണം തോന്നി കേട്ടോ. കാരണം നമ്മുടെ ബീഫ് കറിക്കകത്ത് കൂടുതൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വെളുത്തുള്ളി എടുത്ത് പൊളിക്കുന്നതാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മുടെ കുക്കറിൽ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടിനും ഒരേ അരപ്പായതുകൊണ്ട് പൊടിയൊക്കെ ഒരുമിച്ചാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം കൂടെ ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ സെറ്റാക്കി കുക്കറൊക്കെ സ്റ്റൗവിൽ കയറ്റി വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേനും നമ്മൾ കഴുകിയ പാത്രമൊക്കെ നെയ്യ് പറ്റിയ പാത്രമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അതും കൂടെ പെട്ടെന്ന് കഴുകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കപ്പയൊക്കെ കൊത്തി ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അതും കൂടെ നമുക്ക് വേവിക്കണം. അപ്പോൾ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഫ്രൈ ചെയ്യാനുള്ളത് ഞാൻ എടുത്തിട്ട് നോക്കിയില്ല കേട്ടോ. കപ്പ തീയിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കിക്കേ, പാട്ട് പഠിക്കേ. കണ്ണും കണ്ണും ബാക്കിയും പാട്. പാട് പിന്നെ അവിടെ പോകും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ കപ്പും എല്ലാം കൂടെ ഒക്കെ ഒരുമിച്ചാക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ബീഫ് വരട്ടിയതും ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.